സംസ്ഥാനത്ത് നിലവിൽ 4 DGP തസ്തികയാണ് കേന്ദ്രം അനുവദിച്ചു നൽകിയിട്ടുള്ളത്. 2 കേഡർ തസ്തികയും 2 എക്സ് കേഡർ തസ്തികയും. ഈ മാസം അവസാനത്തോടെ DGP നിതിൻ അഗർവാൾ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. നിലവിൽ ഫയർഫോഴ്സ് മേധാവിയാണ് നിതിൻ അഗർവാൾ. ഇതോടെ ഒരു DGP തസ്തിക ഒഴിവ് വരികയാണ്. ആ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന ആകാംക്ഷയിലാണ് കേരളം. അവസാന നിമിഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സീനിയോറിറ്റി പരിഗണിച്ചാൽ നിതിൻ അഗർവാൾ വിരമിക്കുന്ന ഒഴിവിൽ DGPയായി സ്ഥാനക്കയറ്റം കിട്ടേണ്ടത് ADGP MR അജിത് കുമാറിനാണ്. എന്നാൽ രക്ഷാപ്രവർത്തന കേസിൽ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിനാൽ അജിത് കുമാറിന്റെ കാര്യം സംശയനിഴലിലായിരിക്കുന്നു. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ നവകേരള യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ മൃഗീയമായി തല്ലിച്ചതച്ച സംഭവമാണ് രക്ഷാപ്രവർത്തന കേസെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ കേസിന്റെ പ്രാഥമിക അന്വേഷണം അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അട്ടിമറിച്ചെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് UDF സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ മാസം 23-ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചതുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടി മടക്കി. അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള നീക്കമായാണ് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത്. പുതിയ റിപ്പോർട്ട് വൈകുമെന്നും അങ്ങനെ അജിത് കുമാറിനെ DGPയായി ഉയർത്താമെന്നുമായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ആ കണക്കുകൂട്ടലെല്ലാം തകർത്തിരിക്കുകയാണ് SIT തലവൻ AP ഷൗക്കത്ത് അലി IPS. മണിക്കൂറുകൾക്കകം റിപ്പോർട്ടിൽ വ്യക്തത വരുത്തി പുതിയ റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അജിത് കുമാറിന്റെ പേരെടുത്ത് പറഞ്ഞുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനോട് വിശദീകരണം തേടുകയാണ് അടുത്ത നടപടി. ഇതെല്ലാം പരിശോധിച്ച് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകും. അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ DGPയുടെ റിപ്പോർട്ടാണ് നിർണായകമാവുക. പുതിയ DGPയെ ശുപാർശ ചെയ്യുന്നതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ഈ മാസം 20-ന് യോഗം ചേരാനിരിക്കുകയാണ്. ആഭ്യന്തര സെക്രട്ടറിയും DGPയും യോഗത്തിൽ പങ്കെടുക്കും. കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അജിത് കുമാറിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടിലെ കണ്ടെത്തൽ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തെ ബാധിക്കും. അങ്ങനെയെങ്കിൽ സീനിയോറിറ്റിയിൽ രണ്ടാമതുള്ള ADGP S ശ്രീജിത്തിനാകും അവസരം ലഭിക്കുക. നിലവിൽ ജയിൽ മേധാവിയാണ് S ശ്രീജിത്ത്. അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രൂക്ഷമായ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ എതിർപ്പാണ് ഉയരുന്നത്. UDF സർക്കാർ അധികാരത്തിലേറിയ അന്ന് തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശൻ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പുനരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചതൊന്നും മറക്കാൻ പറ്റില്ലെന്നായിരുന്നു സതീശൻ അന്ന് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടപടി വൈകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് ദേഷ്യപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എല്ലാത്തിനും നടപടിക്രമങ്ങൾ ഉണ്ടെന്നായിരുന്നു മറുപടി. ഇതോടെ മുഖ്യമന്ത്രി എല്ലാം മറന്നോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ നേരിടാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നം അച്ചടക്ക നടപടിയെ അജിത് കുമാർ എങ്ങനെ നേരിടും എന്നതാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയെടുത്താലും അജിത് കുമാർ അതിനെ നിയമപരമായി ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പ്. അതിനാലാണ് എല്ലാ പഴുതും അടച്ചുള്ള നടപടിക്കായാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നടപടിക്രമങ്ങൾ എന്നതുകൊണ്ട് സതീശൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ലെന്ന് വ്യക്തം. നിയമ പോരാട്ടത്തിൽ അജിത് കുമാർ വിജയിച്ചാൽ അത് സർക്കാരിന് കനത്ത തിരിച്ചടിയാകുമെന്ന ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ട്.